Welcome to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today in this section we are discussing the features of social structure of Indian society. So last session we already discussed what is society, what is the social structure regarding that. So today we are discussing the features of social structure, and before moving to the topic we must know what is social structure. So social structure refers to the network of social relationship which is created among the human beings when they interact with each other according to their status in accordance with the factor of the society. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സൊസൈറ്റി എന്താണെന്നും സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്നും അല്ലേ. സോഷ്യൽ സ്ട്രക്ചർ റിഫേഴ്സ് ടു ദി നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ഹ്യൂമൻ ബീങ്സ്, ഒരു സൊസൈറ്റിയുടെ ഭാഗം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഒരു ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മളുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് ദേ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവിടെ നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, സൊസൈറ്റിയിൽ നമ്മൾ ഏത് തട്ടിൽ നിൽക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. സോ ഇറ്റ് റിഫേഴ്സ് ടു ദി നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് ഇസ് ക്രിയേറ്റഡ് അമംഗ് ദി ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. ദ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റസ്, നമ്മളുടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് അനുസരിച്ച് അക്കോർഡൻസ് വിത്ത് ദ ഫാക്ടർ ഓഫ് ദി സൊസൈറ്റി, അത് സൊസൈറ്റിയുടെ ഒരു ഭാഗമായി മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് എ സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി. സോ വി ക്യാൻ സേ India has been a country where numerous groups migrated from Asia and Europe. So the social structure of Indian society is characterized by diversities but unity. So but over the time, culture of each group has undergone changes and has become the part of Indian society and culture. So even the process of economic development has brought revolutionary changes in the Indian pattern of social life. So we can discuss the features. That is, the first is pluralistic society. The second is predominantly rural society. Third is poverty. Fourth is illiteracy and ignorance. Fifth is linguistic diversity. And the next is racial diversity. And the next is caste and casteism, communism, regionalism, tradition and modernity. And the last is problems of social communication. So these are the main features of social structure in Indian society. So let's discuss in detail these one by one. So the first is pluralistic society. ഇല്ലേ, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യം ഇല്ലേ, ഒരുപാട് കാസ്റ്റുകളും അല്ലെങ്കിൽ ഒരുപാട് റീജിയൻസ് ഒക്കെ ഉള്ളതാണ് നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി വിത്ത് എ കോംപ്ലെക്സ് സോഷ്യൽ ഓർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ എ മാൾട്ടിറ്റ്യൂഡ് ഓഫ് എത്തിക്സ് ഓർ ലിംഗ്വിസ്റ്റിക്, റിലീജിയൻ, കാസ്റ്റ് ഡിവിഷൻ എക്സെട്ര ഇല്ലേ. അപ്പോൾ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ് വിത്ത് എ കോംപ്ലെക്സ് സോഷ്യൽ ഓർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ എത്തനിക് ഇല്ലേ. നമുക്കറിയാം നമ്മുടെ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ നമ്മൾ റിലീജിയൻ എടുക്കുകയാണെങ്കിൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഈവൻ നമ്മൾ ഓരോ ഏരിയ അല്ലേ, നോർത്ത്, സിക്കും അല്ലെങ്കിൽ ആന്ധ്ര അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ റീജിയൻ വൈസ് എടുക്കുകയാണെങ്കിലും നമുക്ക് എന്താണ് ഒരുപാട് കാസ്റ്റും അല്ലെങ്കിൽ റിലീജിയൻസൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഈസ് എ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് എ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. And the second is predominantly rural society. അതായത് കൂടുതലും നമുക്ക് എന്താണ് ഒരു റൂറൽ ഏരിയ. ദാറ്റ് ഈസ് അബൌട്ട് 70% of the Indian people live in villages, and Indian villages continue to be underdeveloped, even backward. So the lack of civic community, employment opportunity, road transport facility, electricity, hospital and school in rural area is a hard reality. അറിയാലോ, ഒരു predominantly റൂറൽ സൊസൈറ്റി. അപ്പം പകുതി ഇല്ല അല്ലെങ്കിൽ ഏറെക്കുറെ എന്താണ്
നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ റൂറൽ സൈഡിൽ ഒരു 70% ഇന്ത്യൻ പീപ്പിൾസ് എവിടെയാണ്, വില്ലേജസിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിക്, ഇതെല്ലാം പറഞ്ഞ് ശരിക്കും ഒരു റിയാലിറ്റി തന്നെയാണ് ഇല്ലേ. അതൊക്കെ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. സോ ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ഇസ് predominantly rural society. And the third is poverty. അറിയാലോ, it is a mass of an important feature of Indian social system. Despite the fact of having made considerable progress in the field of agriculture and industrialization, India continues to be an economically backward country. ഇല്ലേ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ദ മെയിൻ ഫീച്ചർ എന്നല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു അഗ്രികൾച്ചർ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒത്തിരി പ്രോഗ്രസ് ഉണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷനിലും പ്രോഗ്രസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും എക്കണോമിക്കലി നമ്മൾ ബാക്ക്വേർഡിൽ നിൽക്കുന്ന ചില കണ്ടീഷൻസിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിന് മെയിൻ ഫീച്ചറിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ പോവേർട്ടി തന്നെ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ആൻഡ് ദ തേർഡ് ഇസ് ഇലിറ്ററസി ആൻഡ് ഇഗ്നോറൻസ്. Illiterates constitute a major part of Indian social system and a large number of Indians are still illiterate. അറിയാലോ, ഇപ്പം നമ്മൾ ഇലിറ്ററസിയുടെ കേസിൽ എടുക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻസിൽ ഇനിയും ഇലിറ്ററേറ്റ് അല്ലെങ്കിൽ സാക്ഷരതയുടെ വക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാക്ഷരത നേടേണ്ട ആൾക്കാർ ഇനിയും ഉണ്ട്. സോ ക്രിയേറ്റ് സോ മെനി സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ദ നീഡ് ഇസ് ഫോർ മോർ ഡിറ്റർമൈൻഡ് ഗവൺമെൻറ്റൽ ആക്ഷൻ ആൻഡ് സ്ട്രോങ് സോഷ്യൽ സപ്പോർട്ട് ഇൻ ദിസ് റൈസ്. അപ്പം ഈ ഒരു മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരും. അല്ലെങ്കിൽ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ എന്തിലുണ്ടാവണം, ഒരു ഇലിറ്ററസിയുടെ കാര്യത്തിൽ കാണിച്ചിരിക്കണം. And the next is linguistic diversity. Here the communalization of language is another factor. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് സോ വിച്ച് ഇസ് പൊല്യൂട്ടിങ് ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പം ഈ ഒരു കമ്മ്യൂണലിസം ഓഫ് ലാംഗ്വേജ് ഇസ് അനദർ ഫാക്ടർ പൊല്യൂട്ടിങ് ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ഇന്ത്യ. So on the basis of language, Indian society stand divided into linguistic groups. And so the Constitution of India recognizes as many as 15 languages as the major language which are spoken by 87% of population, and they are mainly as 152 mother tongue in the country. ഇല്ലേ, അപ്പം നമ്മുടെ രാജ്യത്ത് ഇല്ലേ എത്ര ലാംഗ്വേജസ് ആണ് കോമൺ, 15 ലാംഗ്വേജസിനെ നമ്മൾ മേജർ ലാംഗ്വേജ്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 15 ലാംഗ്വേജസിനെ നമ്മൾ മേജർ ലാംഗ്വേജായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൂടാതെ എന്താണ് 1652 മദർ ടങ്സ് ഇല്ലേ വേറെ ലാംഗ്വേജസും ഉണ്ട്. അപ്പോൾ അതിൽ 15 ലാംഗ്വേജസിന് നമ്മൾ മേജർ ലാംഗ്വേജസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടറായിട്ട് നമുക്ക് പറയാം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് റേഷ്യൽ ഡൈവേഴ്സിറ്റി. സോ ഹിയർ India is inhabited by people of different racial connections or people of the north are ഇല്ലേ നമ്മൾ പറയാറുണ്ട് ഓരോ ഏരിയയിലുള്ളവരെ ഓരോ പേരിലാണ് പറയുന്നത്. സോ നോർത്ത് ആർ ഓഫ് ആര്യൻ റേസ്, വെയർ പീപ്പിൾ ഓഫ് സൗത്ത് റെപ്രസെൻറ്റ് ദ്രാവിഡൻ, ഇൻ ദ ഈസ്റ്റ് ഓഫ് പീപ്പിൾ ഹാവ് അഫിനിറ്റി ഓഫ് മംഗോളിയൻ. അങ്ങനെ ഓരോ ഏരിയയും നമ്മൾ ഓരോ റേസസും പറയുന്നുണ്ട്. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈസ് അക്സെപ്റ്റഡ് ആൻഡ് എ ഡൈവേഴ്സിറ്റീസ് ആർ മെനി എ ടൈം അലൗഡ് ടു ഡോമിനേറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് യൂണിറ്റി. അപ്പോൾ ഒരു റേഷ്യൽ ഡൈവേഴ്സിറ്റി, ഒരു യൂണിറ്റി എന്നുണ്ടെങ്കിൽ തന്നെയും ഈ റേഷ്യൽ ഇല്ലേ പല രീതിയിലുള്ള ആൾക്കാർ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആര്യൻസ്, ദ്രാവിഡൻസ്, മംഗോളിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്ത് പല ആൾക്കാരും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റേഷ്യൽ ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ മേജർ ഫാക്ടർ ഇൻ ദി സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ക്ലിയർ വിത്ത് ദി പോയിന്റ്? So first we discuss India is the main feature of Indian social structure of Indian society is pluralistic society. Second is predominantly rural society. Third is poverty. Fourth is illiteracy and ignorance. And the next is linguistic diversity. And the next is racial diversity. So today we discuss the features of social structure of Indian society. So we discussed many points, but today we discuss only the 6 points regarding the features, and the later balance portion we can discuss in the next session. So clear with the point? I hope you are understood the portion. So prepare well, study well. Thank you.